ടെക്സ്റ്റ് ബുക്ക് എടുത്തടാ. ഇന്ന് എക്സാം ആയിരുന്നു. ഇന്ന് തുടങ്ങിയ find the area of the rectangular axis. Now cos square x plus sin square x. ഏത് ദിവസം അത് 5 മാർക്കാണ്. ഞാൻ മാക്സിമം കാണിച്ചില്ല. Find the area of the greatest rectangle. അതെ ഞാൻ ഏരിയ കിട്ടി എനിക്കൊരു ഓർമ്മയില്ല. ഇത് ശരിയാക്കാം. ഇങ്ങോട്ട് ചെയ്യും. എടാ അടുത്ത ഹെഡിങ് ആയിരിക്കെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻസ് എന്തെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യണതാണ് കേട്ടോ. അത് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ്. അറിയാലോ എന്താണ് പ്രൊഡക്റ്റ് റൂൾ? എഴുതണ്ടല്ലോ. എന്താ പറഞ്ഞേ? അതായത് പ്രൊഡക്റ്റ് റൂൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അത് എഴുതി വെക്കാൻ നമ്മളെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പറ. അത് ഡെറിവേറ്റീവില്, ഇത് ഇന്റഗ്രേഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എഴുതിക്കെ എഴുതണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ minus first function into integral of second function minus first function into integral of second function minus integral of bracket le derivative of first function into integral of second function. അപ്പോൾ ഞാൻ പഠിച്ചാണത് എഴുതണ്ടല്ലോ. പ്രൊഡക്റ്റ് റൂൾ ഇന്റഗ്രൽ അല്ലേ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ. അപ്പൊ നോക്കിക്കേ, ഫൈൻഡ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ ഇന്റഗ്രൽ ഓഫ് എക്സ് കോസ് എക്സ്. ഇന്റഗ്രൽ ഓഫ് എക്സ് കോസ് എക്സ്. അപ്പൊ ഇതില് അത് പറയാം. അപ്പൊ നോക്കി നമ്മളിപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാന്ന് എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യണേ? ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇത് യൂസ് ചെയ്യും. അപ്പൊ അതെന്താ? ഫസ്റ്റ് എന്ത് വരും? ഇൻവേഴ്സ്, ലോഗരിതം, അർത്തമെറ്റിക്, ഓൾജിബ്രിക്, ട്രിഗണോമെട്രി, എക്സ്പോണൻഷ്യൽ. ഓൾജിബ്രിക് എന്ന് പറയുമ്പോ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2 ആ ഒരു ഇക്വേഷനിൽ വരുന്നത്. എക്സ് വരുന്നത്, എക്സ് സ്ക്വയർ വരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് 1 വരുന്നതൊക്കെ എന്താ? ഐ അറിയാൻ പാടത്തിൽ എഴുതി വെച്ചോ. ഐ എന്താന്ന് അറിയാലോ? ഇൻവേഴ്സ്, ലോഗരിതം, ഓൾജിബ്രിക്, ട്രിഗണോമെട്രി, എന്താ? അപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആണ്, എക്സും കോസ് എക്സും. ഫസ്റ്റ് ഏതാ എടുക്കണ്ട? ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എക്സ്. ഓൾജിബ്രിക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് എക്സ്. ഓൾജിബ്രിക് ഇതെന്താ? ട്രിഗണോമെട്രി. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ആരെ എടുക്കണം? ഇത്. വേണമെങ്കിൽ അവിടെ തന്നെ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ എങ്ങനെ ഫോർമുല? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് integral of derivative of first into integral of second. മനസ്സിലായില്ലേ? അപ്പൊ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താ? ആൻസർ കിട്ടിയാ? കോസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ്. ഫൈനൽ ആൻസർ ആണോ ചോദിച്ചോ? എന്ത് ഫൈനൽ ആൻസർ എഴുതിയിട്ടില്ലേ? നമുക്ക് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. അഭിരാം ചെയ്ത് നോക്ക്, കിട്ടും. സൈൻ എക്സിന്റെ
അതിന്റെ ഇന്റഗ്രൽ കിട്ടിയാടാ? cos x ന്റെ മൈനസ് അല്ല ഇത് നോക്കിക്കേ, ഇവിടെ ഒരു ഓൾ ആയിട്ടൊരു ഇന്റഗ്രൽ ഇന്റഗ്രൽ ഇത് ഈ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ ഇന്റഗ്രൽ എടുക്കാൻ. ഇതും ചെയ്ത് വെച്ചിട്ട് വേണം ലാസ്റ്റ് ഒരു ഇന്റഗ്രൽ തന്നെ. എടാ അല്ല ദീവന്, അതായത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്ത് പിന്നെ ഇതും കണ്ടുപിടിച്ച് വെക്കാം. എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യണം? അതിന്റെ ഇന്റഗ്രൽ എടുക്കണം. ആ ഇന്റഗ്രലാണ് എഴുതിയേക്കണം. മനസ്സിലായോ? ഇത് നിങ്ങൾ ബ്രാക്കറ്റിലിട്ട് ചെയ്താൽ മതി. എല്ലാത്തിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക ലാസ്റ്റ്. അടുത്തൊരു പ്രോബ്ലം ഞാൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് log x ഇന്റഗ്രൽ ഓഫ് log x dx. അത് 1/x അല്ലല്ല, log x dx. അപ്പൊ ഇന്റഗ്രൽ ഓഫ് log x dx. അപ്പൊ ഇത് നമ്മൾ ഒരു ഫംഗ്ഷൻ കൂടെ വേണമല്ലോ, അത് 1 ആയിട്ട് എടുക്കാം. ഇൻറ്റു 1 എന്ന് എടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. x log x minus x plus c. സെക്കൻഡ് ഡെറിവേറ്റീവിൽ സെക്കൻഡിന്റെ ഇതിന്റെ അതില്ലല്ലേ? അല്ല, രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണതില്ലല്ലേ? ഉണ്ടോ? കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ x e raised to x. x log x minus x plus c. ഇതിലേത് ഫസ്റ്റ് ഫംഗ്ഷൻ x e raised to x തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് x e raised to x കേട്ടോ. ഇനി ഉണ്ടോ നോക്കാം. കിട്ടിയാ? കിട്ടിയാ? ശരിയാടാ, അത്രേ ഉള്ളൂ. ഇവിടെ എങ്ങനെ എക്സ് വന്ന് നിനക്ക്? ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതിയാ? സ്റ്റെപ്പ് എഴുതിയാ? ഇതിനെ വന്നിട്ട് എന്തിനാ? ഇവിടെ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ആടാ. നീ എക്സ് റേസ് ടു ഇ റേസ് ടു എക്സ് എന്ന് എഴുതിയേക്കണം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ദേവൻ അങ്ങനെ കിട്ടിയാടാ? അവിടെ എങ്ങനെ പിന്നെ എക്സ് ഇ റേസ് ടു എക്സ്? അപ്പൊ രണ്ടും കൂടി മൈനസ് ആയി പോകൂലേ? അതെങ്ങനെ വന്നോ? പിന്നെ എന്താ വണ്ണിന്റെ എടുക്കേണ്ട ആവശ്യം എന്താ?
1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ആകുമ്പോൾ ഇ റേസ് ടു എക്സ് തന്നെ അല്ലേ? അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ മാത്രം എടുത്താൽ മതി. ആ ഇ റേസ് ടു എക്സ് തന്നെ, പിന്നെ അവിടെ ഒരു എക്സ് ഇടേണ്ട ആവശ്യമില്ല. ഏതാ? ആ മൊത്തമായിട്ട് ഇൻ്റഗ്രൽ എടുത്തേക്കണം, ആ ഇൻ്റഗ്രൽ കിടക്കണം. ഇതിപ്പോൾ ബ്രാക്കറ്റിൽ ചെയ്തോ, ഡെറിവേറ്റീവ് സെക്കൻഡ് ഇൻറ്റു ഇത് ബ്രാക്കറ്റിനുള്ളിലിട്ട് ചെയ്തോ. ഡെറിവേറ്റീവ് സെക്കൻഡ് ഇൻറ്റു ഇൻ്റഗ്രൽ ആണ് കേട്ടോ ഇത് കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കാൻ. കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത്? എക്സ് സൈൻ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. ആ ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ബ്രാക്കറ്റ് ഇടീനി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡി ബൈ ബൈ എന്താ എക്സ്. ഇവിടെ എന്താ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ ഇൻറ്റു കുത്തിടുക ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ ഇ റേസ് ടു എക്സ്. ഇനി ഇത് മൊത്തം ബ്രാക്കറ്റിലിട്ടെ. ആ ഇതും ഇവിടെ ഒരു ബ്രാക്കറ്റ് അടിച്ചു, ഇവിടെ ഒരു ബ്രാക്കറ്റ് അടിച്ചു. ആ ഇനി അടുത്ത ഏതൊക്കെ? അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ എഴുതി മൈനസ് ഇനി ഇൻ്റഗ്രൽ ഇടും. ആ പിന്നെ ഈ ബ്രാക്കറ്റ് ഇടും ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇടും കുത്തിടും. ഇത് ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു എക്സ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് തന്നെ ആയിരിക്കും മൈനസ് ഇതിൻ്റെ ഇൻ്റഗ്രലാണ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ. ആ കിട്ടിയാ? ദേവന് കിട്ടിയാടാ ആൻസർ? ഗൗരിക്ക് കിട്ടിയാറും കിട്ടിയാണോ? എക്സ് സൈൻ എക്സ് പറയടാ. ചേട്ടന്മാര് കേട്ടില്ലേ അപ്പൊ അത്? എന്ത് ചെയ്യണായിരുന്നു അവിടെ? ആ എക്സ് സൈൻ എക്സ് കിട്ടിയാ? എന്താ കിട്ടിയ? മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. ഹോമരി കേട്ടാ നിങ്ങൾ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. എക്സ് സൈൻ എക്സിന്റെ ആൻസർ. ആ അത് കഴിഞ്ഞവര് ഇത് ചെയ്യട്ടാ എക്സ് സൈൻ 3x. ഡെറിവേറ്റീവ് ഇൻ്റഗ്രലൊക്കെ മാറിപ്പോവും ഇവിടെ വരുമ്പോ. ആ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് പോരിട്ട് അടുത്ത ദിവസം ഒന്ന് കൊടുത്തേട്ടാ ഇവന്. അത് നോക്കിയിട്ട് പഠിക്കപ്പ, തൽക്കാലം അത് ചെയ്യണ്ടേ. ട്രിഗണോമെട്രി എന്ത് ചെയ്യാൻ പോണ ഇവിടെ? കിട്ടിയാ? എത്രയാ കാണിച്ച്? എക്സ് സൈൻ എക്സ്. എക്സ് സൈൻ എക്സ് കഴിഞ്ഞിട്ട് ആൻസർ കിട്ടിയാ? എവിടെ? എക്സ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ആൻസർ ഇതിൻ്റെ ആൻസർ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. അടുത്തത് ഇത് കേട്ടോ. അഭിരാമിന് കിട്ടിയാ? അഖിലിനൊട്ടും ക്ഷമയില്ല. അഭിരാമിനെ പറഞ്ഞു കൊടുക്കണ അഖിലിനെ ഏൽപ്പിക്ക. എന്താടാ? ആ രണ്ട് ഇതിന്റെ കിട്ടിയാ? കുഴപ്പമില്ല, ഞാൻ വരാം ഇപ്പട്ടാ. എടാ ഇതിന്റെ എക്സ് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കിക്ക്. ബാക്കിലെ ടെക്സ്റ്റിന്റെ ആ എക്സൈസ്.
ഏതിന്റെ ആൻസർ 7.6 സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ നോക്കിയിട്ട് മൈനസ് cos 3x sin 3x അല്ലേ പ്ലസ് സി ഇതാണ് കിട്ടിയത്. ആ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ ഇവിടെ? sin 3x ആ. അപ്പൊ എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin 3x അല്ലേ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin 3 ഉണ്ട് കേട്ടാ sin 3x ഇതല്ലേ ഫോർമുല. അഭിരാം കിട്ടിയില്ലെങ്കിൽ ശ്രദ്ധിക്കൂടാ, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി എന്താ ഇന്റഗ്രൽ ഓഫ് sin 3x എന്താ? മൈനസ് cos 3x. പിന്നെ വേറൊരു സാധനം കൂടി വരും, എന്താ 3xന്റെ ഇന്റഗ്രല് dx ആ. 3xന്റെ ഒരു ബൈ 3 കൂടി വരും കേട്ടാ, ബൈ 3. മറ്റേ നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മളിപ്പോ 3x ആണെങ്കിൽ ഇൻറ്റു 3 കൊടുക്കും. ഇവിടെ എന്താ ബൈ 3 വരും. അപ്പൊ ഇത് നമ്മൾ x ബൈ 3 എഴുതിട്ടാ മൈനസ്. പിന്നെന്താ മൈനസ് ഇതെന്താ 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin 3x എങ്ങനെ പിന്നെയും വരും മൈനസ് cos 3x ബൈ 3. അപ്പൊ ഈ 3 നമുക്ക് എന്ത് ചെയ്യാം പുറത്തോട്ടിടാം. അപ്പൊ x ബൈ 3 cos 3x മൈനസ് അല്ല 1 ബൈ 3 എടുക്കണം മൈനസ് കോസ് മൈനസ് പ്ലസ് ഈ മൈനസ് പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് പ്ലസ് ആക്കി 1 ബൈ 3 ആക്കി ചെയ്താ. പിന്നെ എന്താ ഇന്റഗ്രൽ ഓഫ് cos 3x എന്താ? അപ്പൊ മൈനസ് എക്സ് ബൈ 3 cos 3x പ്ലസ് sin 3x ബൈ എന്ത് വരും ഒരു 3 കൂടി വരും. അപ്പൊ ഈ 3യും ഈ 3യും 9 ആവും. അപ്പൊ മൈനസ് എക്സ് ബൈ 3 cos 3x പ്ലസ് 1 ബൈ 9 sin 3x പ്ലസ് സി. മനസ്സിലായോ? ആ പറ. 3x എന്ന് പറയണ എന്താ? ഇതാ ഇതിലെന്താ ഈ 3 എങ്ങനെ വന്നാ? ഇവിടെ നോക്ക് ഇന്റഗ്രൽ ഓഫ് sin 3x എന്താ? മൈനസ് cos 3x പിന്നെ ബൈ 3യും കൂടി വരും. ആ ബൈ 3 ആണ് ഇവിടെ കിടക്കണം. അത് എഴുതി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവര് എക്സ് ലോഗ് എക്സ് കേട്ടോ. എന്താ എന്നൊക്കെ അങ്ങനെ സ്ക്വയർ ഒക്കെ വന്ന് എന്താ എക്സ് സ്ക്വയർ വന്ന് എങ്ങനെ? ഏ 3xന്റെ ഇന്റഗ്രൽ എന്താടാ? ബൈ 3 വരും. മറ്റേ നമ്മൾ എന്താ ചെയ്തത് cos 3x ആണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും cos 3x ഇൻറ്റു പിന്നെ ഒരു 3 വരും. അങ്ങനെ എടുക്കരുത്. അപ്പൊ ഇത് ബൈ 3xന്റെ ബൈ 3 ആക്കി എഴുതിയാൽ മതി. ഇങ്ങനെ വെട്ടിട്ടുണ്ടാ മതി. എന്താ സ്പീഡ് നോക്കി എഴുതാ. കണ്ണവിടെ കൈ ഇവിടെ എക്സ് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എക്സ് മാത്രം ഒറ്റക്ക് എടുക്കുമ്പോ 3x സ്ക്വയർ ആണെങ്കിലാ അതായത് നമ്മൾ sin 3xന്റെ എന്താണ് cos 3x പിന്നെ ബൈ 3xന്റെ ബൈ 3 ആക്കി എഴുതണത്. ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇൻറ്റു 3 എന്നല്ല എഴുതാറുള്ളത്. ഇത് നേരെ തിരിച്ചാലോചിച്ചാൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബൈ 3 ആക്കുക. എക്സിന്റെ ഇല്ല, എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും ഇന്റഗ്രൽ ഓഫ് എക്സ് എന്താ? അത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ 3xന്റെ ബൈ 3 ആക്കി എഴുതിയാൽ മതി. ചെയ്താ എക്സ് ലോഗ് എക്സ് ചെയ്താ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് എക്സ് ലോഗ് എക്സ് ലോഗ് എക്സ് ടു എക്സിന്റെ ലോഗ് ടു എക്സ് ചെയ്താ. എക്സ് ലോഗ് എക്സ് ചെയ്താ. അവരാ എഴുതി എടുത്തായത്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ലോഗ് എക്സ് കേട്ടാ. എക്സ് ലോഗ് എക്സ്
എക്സ് ലോഗ് എക്സ് അതോ എക്സ് ലോഗ് ടു എക്സ് എക്സ് ലോഗ് എക്സ് ദേടാ log x derivative 1/2x into 2. കഴിഞ്ഞ ആൻസർ സെയിം കഴിഞ്ഞ ദിവസം സെയിം ആൻസർ ശരിയാ ആൻസർ ഇല്ല നോക്കട്ടെ ഒരു മിനിറ്റ് അതിന് ആൻസർ ഇല്ല ആൻസർ എത്രയാടാ എക്സ് ലോഗ് എക്സിന്റെ ആൻസർ എന്ന് പറഞ്ഞു കൊടുത്തു നമുക്ക് എക്സ് ലോഗ് എക്സിന്റെ ആൻസർ ഞാൻ എഴുതാം ഇവിടെ എക്സ് സ്ക്വയർ ലോഗ് എക്സ് by 2 minus x raised to 2/4 x cube അല്ല x സ്ക്വയർ എക്സ് ക്യൂബ് എങ്ങനെ വന്നു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്ത് വരും ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ എക്സ് അല്ലേ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താ 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് സ്ക്വയർ ബൈ 2 അപ്പൊ ഈ എക്സും ആ എക്സ് സ്ക്വയറും കൂടി എന്ത് ചെയ്യാ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ കേട്ടാ 1/2 പുറത്തെടുക്കുക അപ്പൊ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1/2 ഇന്റഗ്രൽ ഓഫ് എക്സ് പിന്നെ വന്നു കിട്ടിയാ ഇത് എഴുതിയപ്പോ തന്നെ കൂടെ ഏത് സാധനം മാറിയത് എക്സിന് എക്സ് സ്ക്വയറും കൂടി കട്ട് ചെയ്തു അടുത്തത് എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് കേട്ടോ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് എടാ നിനക്ക് കിട്ടിയാ ആൻസർ ഇതിന്റെ ആൻസർ കിട്ടിയാ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താടാ ലോങ് ബ്രേക്കാ വേണമെങ്കിൽ മതിയാ ഇവിടെ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് കേട്ടോ ഫസ്റ്റ് ഫംഗ്ഷൻ ആ
1 by root of 1 minus x square plus first function into sin inverse x into integral of dx. ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാനോട്ടല്ലോ എടുത്ത് തെറ്റി പോകണ്ട. ക്വസ്റ്റ്യൻ കഴിയാറാകുമ്പോ ചോദിക്കണം ക്വസ്റ്റ്യൻ എന്തായിരുന്നു. എക്സിന്റെ sin inverse x കിട്ടിയാ? അവിടെ പിന്നെയും വരൂട്ടാ. അവിടെ ഇവിടെ ഒക്കെ ആയിരുന്നു. ഒരു മാർക്ക് കിട്ടും. എന്താടാ? ആ ഇവിടെ +1 ആഡ് ചെയ്യാ, 1 മൈനസ് ചെയ്യാ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ഇവിടെ കേട്ടാ എക്സിന്റെ കൂടെ x² അല്ലേ മോളില്. +1 ആഡ് ചെയ്യാ, 1 മൈനസ് ചെയ്യാ, എന്നിട്ട് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാ. അത് x/2 root of a² minus x² plus a² sin inverse x². എടാ ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയാ? അല്ല നിനക്ക് പെട്ടെന്ന് കിട്ടിയടാ ആൻസർ. ഇനി ഇവിടെ ഇവിടം വരെ കിട്ടിയില്ലേ? അത് വേണ്ട. ഇനി നോക്കിക്കേ 1/2 പുറത്തിടുക കേട്ടാ. പേര് ഞാൻ പറഞ്ഞോണ്ട് ഏത് ഇതാണോ? എടാ എടാ നിന്റെ കൊച്ച കേട്ടിട്ട് ഇവരെ അടുപ്പിച്ചിരിക്കേ. നീ അവിടെ പോയിക്ക്, അപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ? ഏത് ഇതാ? അത് 1 ആഡ് ചെയ്ത് 1 മൈനസ് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അങ്ങനെ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1/root of 1 minus x² അല്ല. അതിനു മുമ്പ് ഇവര് വേറൊരു കാര്യം ചെയ്ത് ഈ മൈനസ് ഉണ്ടല്ലോ അകത്തോട്ട് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം 1 minus x² എന്ന് പറയുമ്പോ അതാക്കാൻ വേണ്ടിട്ടാണ്. നമ്മളിവിടെ ഒരു മൈനസ് കിടക്കണല്ലേ, ആ മൈനസ് ഞാൻ അകത്തോട്ട് എടുത്ത്, അപ്പൊ x minus x² ആയി. സ്പ്ലിറ്റ് ചെയ്തേ ഈ 1 minus x² ഒരു ടൈം ആക്കി എടുത്ത് -1/root of 1 minus x². അത് ഈ മൈനസ് ഉണ്ടല്ലോ ഇത് അകത്തോട്ട് എടുത്ത ഈ 1 minus x², പിന്നെ ഈ 1 minus x² ഇതും കൂടി കട്ടാക്കി കളയാൻ വേണ്ടിട്ടാ അങ്ങനെ എടുത്ത. ഇനി ഇത് കട്ട് ചെയ്ത് കളഞ്ഞേ ദേവൻ. ആ കട്ട് ചെയ്തൊന്ന് കാണണം എനിക്ക്. നിങ്ങളെ ഏത് 1 minus x² അടിയിലത്തെ ആ റൂട്ടും കൂടി കട്ട് ചെയ്യും. 2 root 2 കൂടി കട്ട് ചെയ്യാൻ പാടില്ലേ? അതെങ്ങനെ 2 നമുക്ക് എങ്ങനെ എഴുതാം? root 2 × root 2 എഴുതാം. ആ രീതിയിലാന്ന് കട്ട് ചെയ്തേ. ആ മോളിൽ എന്താവും? ആ അയ്യോ അത്രയൊന്നും ചെയ്യണ്ട മോൻ. എടാ ഇത് റൂട്ട് കട്ട് ചെയ്യാനാ ഇപ്പൊ പറഞ്ഞത്. അതായത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? root of 1 minus x² × root of 1 minus. അപ്പൊ ഇതും താഴത്തേക്കും കട്ട് ചെയ്ത് കളയാം. അതായത് ഇത് സ്പ്ലിറ്റ് ചെയ്തില്ല. ഇനി ഇപ്പൊ ഇത് നോക്കിക്കേ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? root 1 minus x² × 1 minus x². പിന്നെ അതും ഇത് അടിയിലത്തെ ഒരു റൂട്ടും കൂടി കട്ട് ചെയ്ത് കളയാം. ആ കിട്ടിയാടാ? ആ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ്
ഫസ്റ്റ് ഫംഗ്ഷൻ അല്ല. എന്താ ഐലേറ്റ് റൂൾ ഞാൻ പറഞ്ഞില്ല, ഐലേറ്റിൽ എന്താ ഫസ്റ്റ് ഇൻവേഴ്സാ വരുന്നത്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ലേ. മുകളിലത്തെ 1 - നമുക്ക് എങ്ങനെ √(1 - x²) × 1, അതായത് 2 നമുക്ക് √2 × √2 എഴുതാൻ പറ്റും. അതുപോലെ കിട്ടിയാ? അവിടെ അല്ല ആൻസർ ചെയ്ത് ഇങ്ങനെ വരണം. നിങ്ങളിങ്ങ വാ. കട്ട് ചെയ്ത് കളഞ്ഞാ ഇനി അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √(1 - x). താഴത്തെ മൊത്തം കട്ടെ, പിന്നെ ഒരെണ്ണം അവിടെ ഇരിപ്പില്ലേ? അപ്പുറത്തെ എന്താ ആ 1/√(1 - x² എന്ന് പറഞ്ഞ എന്താടാ? ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാ. എടാ 2x എന്ന് പറഞ്ഞത് വന്നില്ലേടാ എനിക്ക്? 1/4 √ ആൻസർ 1/2 × 2x² - 1. ഇവിടെ 3/4 ഏതാടാ ഇത്? ഒരു ബന്ധമില്ലാത്ത ആൻസർ ആണല്ലോ കിട്ടിയേക്കണം എനിക്ക്. നിനക്ക് എങ്ങനെ കിട്ടിയേക്കണം? നിനക്ക് അതിന് മുന്നത്തെ ടേക്കിംഗ് കോമൺ ടേംസ് ഔട്ട്സ് അത് വേണ്ട. ഇത്ര ചെയ്താൽ ശരിയാടാ. പ്ലസ് അല്ലേ ഇവിടെ വരുന്ന? കിട്ടിയത് ഇത്രയും കിട്ടിയില്ലേടാ? ഓക്കേടാ. എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തരാം. പ്ലസ് 1/2 ഇതെന്താ √(1 - x² × ഇതും കട്ടാക്കി മൈനസ് ഈ ഇന്റഗ്രേഷൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണേ. ഇത്രയും കിട്ടി. പിന്നെ നോക്കിക്കേ ഡാഡാ പതിയെ സംസാരിക്കടാ. എടാ ഈ √(1 - x² ഇല്ലേ? എടാ ഗൗരി, ഇന്റഗ്രൽ ഓഫ് √(1 - x²) അത് നമുക്ക് എങ്ങനെ എടുക്കാം? 1 - x² (1/2) എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിന്റെ ആൻസർ ഇവിടെ എഴുതുക. പ്ലസ് ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? -1/√(1 - x²) എന്തിന്റെ ഇന്റഗ്രലാ? ഇതിന്റെ ഇന്റഗ്രൽ എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ അതിന് പകരം അത് എഴുതാം. അഭിരാമി ഏത് ലോകത്തെ ഇരിക്കണം? നിങ്ങൾ 2 കഴിയ കടയിൽ നിന്ന് ഷർട്ട് മേടിച്ച അവന് നീ കിട്ടിയാ? എടാ ഒന്ന് തുറന്നിട്ട് അവിടെ കാട്ടിയിട്ടുണ്ട്. സോറി ഏതാ? ഇതാ അതെനിക്ക് മാറിപ്പോയിരിക്കും. അത് സ്ക്വയർ ഉണ്ട്. കിട്ടിയാ? ഇതെന്താ? ഇതിന് നമുക്ക് 2 നമുക്ക് എങ്ങനെന്താ √2 × √2 എഴുതാൻ പാടില്ലേ? അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √(1 - x² × √(1 - x) എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അഭിരാം എവിടെ കാണിച്ചു? ആൻസറാ അത് 1 + x² (1/2) ആക്കുക കേട്ടോ. കട്ട് ചെയ്താ
അവൻ അതുപോലെ എഴുതിട്ടില്ല എഴുതിയാ. ആ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ടിൻ ആ ഇതെന്താ സൈൻ ഇൻവേഴ്സാ? ഇവിടെ ഒന്നുമില്ലേ? നീ എന്താ ഇതിനൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടാ? ഏതാ +1 അല്ല ചെയ്തേക്കണ? A/2 ഏത് ഇന്റഗ്രൽ? ആ ഇന്റഗ്രൽ പോയി ഫൈനാൻസ് നോക്കട്ടെ. ഇവിടെ ഒരു എക്സ് വന്നിട്ടുണ്ടല്ലോ. ആ അവിടെ 1 - x². പിന്നെ x² ഇന്റഗ്രൽ എന്താടാ? അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ അകത്ത്. 1 - x² ഇന്റഗ്രൽ എടുത്തില്ലേ നീ? അതായത് x² ഇന്റഗ്രൽ എന്താ? ഇവിടെ ഒരു എക്സ് ഇല്ലേടാ. ഈ എക്സ് എങ്ങനെ വന്നു നിനക്ക്? അല്ല ഈ ഒരു ടൈമിൽ ഒരു എക്സ് √1 - x². അത് ഫോർമുല. അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അതായത് √1 - x നമുക്ക് സാധാരണ രീതിയിൽ 1 - x² ഹോൾ റേസ് ടു 1/2 എഴുതാലോ. ആ അങ്ങനെ ഒന്ന് ചെയ്ത് അതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത്. അതായത് 1 - x² ഹോൾ റേസ് ടു 1/2 +1 / 1/2 +1. പിന്നെ എന്ത് ചെയ്യണം? 3 1 - x² ഹോൾ റേസ് ടു 3/2 അല്ലേ? ബൈ എന്താ 2 അല്ലേ? അല്ല 2 മോളല്ലേ വന? ഇങ്ങനെയല്ലേ വന? പിന്നെ x² കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണമല്ലോ. ആ x² ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ x³/3 വരും. അപ്പൊ അത് നോക്കണം. അല്ല ഇൻറ്റു x³/3. അപ്പൊ അപ്പൊ ഇവിടെ ഒരു എക്സ് വന്നിട്ടുണ്ട്. അത് എനിക്ക് ഡൗട്ട് വന്നു. ഇവിടെ ഇത് കണ്ട ഈ ഫോർമുല ഇത് വേണ്ട. x/2 √1 - x². ഇത് ഞങ്ങളുടെ ഫോർമുലയാണോ? എടാ ഫോർമുല എടുത്ത് ടെക്സ്റ്റ് എടുത്ത് കിട്ടിയാ? ആ ടെക്സ്റ്റിനാണ് തുറന്ന്. √1 - x². അതിന്റെ എക്സ്പാൻഷൻ എവിടെ? ഇതിന്റെ ഇത് നമുക്ക് ഡിറൈവ് ചെയ്തെടുത്തില്ലേ? ഇതല്ലേടാ? നിങ്ങളെ ആ ഫോർമുല തന്നെയാണ് പഠിപ്പിച്ച 1 - x². എടാ അവിടെ കണ്ട ഇത് 1/2 ഇൻറ്റു √1 - x² ഒരു ഫോർമുലയിലാണ് ഇട്ടേക്കണേ ഇവര്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ ഇന്റഗ്രൽ ഓഫ് √1 - x². ആ ഫോർമുല വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തത് കേട്ടോ. എടാ ഇവിടെ ഒരു ഫോർമുല ഉണ്ട് കേട്ടോ. അതായത് ഇന്റഗ്രൽ ഓഫ് √1 - x² ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല എന്തായിരുന്നു? x/2 √1 - x². ആ ഫോർമുല ഇത് കഴിഞ്ഞിട്ട് അത് വരണം. ആ ഫോർമുല എന്താണ്? പോയടാ ടെക്സ്റ്റ് എന്നടാ. ഇവിടം വരെ കിട്ടിയാ? ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ സൈൻ ഇട്ടോട്ടോ അവിടെ. മറ്റേ ഫോർമുല വെച്ചിട്ട് ചെയ്യണേ മുമ്പേ. ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഫോർമുല ഉണ്ട് അതിന്റെ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താ? 1/2 x/2 എന്നാ എഴുതണ്ട കേട്ടോ. അപ്പൊ x/2 √1 - x² പ്ലസ് a² എന്ന് പറയുമ്പോൾ 1 sin ഇൻവേഴ്സ് x/a. x/a എന്ന് പറയുമ്പോൾ x കേട്ടോ പ്ലസ് c. അത് ഇതിന്റെ മാത്രം.
പിന്നെ മൈനസ് ഇതിന്റെ ഈ ഒരു ഇന്റഗ്രലിന്റെ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് അല്ലല്ല ഇവിടെ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ. a square by 2 1/4. അത് ഇത് എടുത്തേടാ 1/2 തന്നെയല്ലേ വന്നത്. അത് സിംപ്ലിഫൈ ചെയ്തെടുത്തല്ലേ. സമയം പോണ പോക്ക് 6 മണിയായോ കിട്ടിയാ അത്? ആ പുറത്തെ 1/2 വെച്ച് മൾട്ടിപ്ലൈ. എടാ ഇതാണ് ഫൈനൽ ആൻസർ. ഇവിടെ നോക്കിക്കേ, ഈ റൂട്ട് ഓഫ് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമുലയാണ് ഇത്രോ. x/2 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1/2 സൈൻ ഇൻവേഴ്സ് എക്സ് ഫോർമുല കേട്ടാ. a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമുല അത് അപ്ലൈ ചെയ്ത് ബാക്കി മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എഴുതിയാ. ഫോർമുല ടെക്സ്റ്റ് കിടപ്പുണ്ട്. പേജ് നമ്പർ എത്ര? 265. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. അതോട് കഴിഞ്ഞാൽ ബ്രേക്ക്. ഇപ്പൊ നീ ബ്രേക്ക് എടുത്തല്ല. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എക്സ് ടാൻ ഇൻവേഴ്സ് പോടാ. ക്വസ്റ്റ്യൻ ആണോ ഏതാ? ഇതാ ആ ഇതാണോ? അതായത് ഇവിടെ ഒരു നെഗറ്റീവ് ഇല്ലേ, ആ നെഗറ്റീവ് അകത്തോട്ട് എടുത്ത്, അപ്പൊ അതാണ് അവിടെ പോസിറ്റീവ് വന്നത്. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. ചെയ്യടാ. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. അതും ഇങ്ങനെ തന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ആ മൈനസ് അവിടെ കിടന്നോട്ടെ. +1 ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എഴുതിയടാ. ആ കൊള്ളാൻ സാധനം കണ്ണാണോ? തിരിച്ച് കണ്ണല്ലേ പല വിധം. പിന്നെ വല്ല ലോഗോ ഉണ്ടാക്കാനൊക്കെ വിടാം. ആണോ? കൊള്ളാം. ഗെയിം ഡിസൈനിങ് ഒക്കെ കിട്ടോടെ സ്കോപ്പ്. ആ സാധനം റോബോട്ടിനെ മുമ്പ് ഒപ്പിച്ച് വെച്ചോ. ഡെഡ് ബോഡിയാ? ക്വസ്റ്റ്യൻ ചെയ്ത് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. ദേവൻ പാസ്സാവണ്ടേ? എടുത്ത് ആവണ്ട. ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ മാക്സിമം സ്കൂളില്? അടുത്ത നീ വരുന്നു. ആ +1 ഇതാ കിട്ടിയാ. അതായത് എക്സ് സ്ക്വയർ ഇവിടെ ഇങ്ങനെ മൈനസ് എങ്ങനെ നടക്കട്ടെ. എക്സ് സ്ക്വയർ +1 -1 ഇടുക. എന്നിട്ട് എക്സ് സ്ക്വയർ +1 ആ ഒരു ടൈമിന് അത് വെച്ചിട്ട് ആ 1/2 കൊടുത്തോട്ട് എടുത്തേ. അത് അവന്റെ ചെവി തിന്നാണ്. എക്സ് സ്ക്വയർ ആ അവിടെ എന്താ എക്സ് സ്ക്വയർ അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയറിനോട് +1 ആഡ് ചെയ്യുക, മൈനസ് ചെയ്യാം. +1 ആഡ് ചെയ്യുക, മൈനസ് ചെയ്യാം. ആൻസർ ശരി.
അതിന് സ്പ്ലിറ്റ് ചെയ്തേ. മുകളിലെന്താ 1/2 എടുത്ത് പുറത്തിടുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് പുറത്തിടുക. x² ഇവിടെ ഒരുമിച്ചിടുക. ഇനി x² കൂടെ +1 ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തില്ല അതുപോലെ. സോറി, കിട്ടിയ കിട്ടിയില്ലേ ചേട്ടാ? വേഗം ഒന്ന് ചെയ്യും. കഴിഞ്ഞാ ഇന്റഗ്രേറ്റ് ചെയ്യടാ. tan inverse x 1/1 + x². എപ്പാ അവിടെ നോക്കി എവിടെ ഇരിക്കണ കാണാൻ പറ്റൂടാ? ഓ ഇത് ഡീസന്റ് ആയിരുന്നാ? മൈനസ് tan inverse x ന്റെ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ തന്നെ. അവന് ഇതിന് അതുപോലെ ഇതന്നെ നിന്നോട് തന്നെ ചെയ്യാനാ പറഞ്ഞത്. അവൻ എന്ത് ചെയ്താലും അത് തന്നെ കോപ്പി അടിക്കണം നിങ്ങൾ. ഇവിടെ നോക്കി ഈ 1/2 കൊടുത്തിട്ട് ഇന്റഗ്രൽ ഓഫ് 1/1 + 1/x² + 1. ഈ എക്സ് ഇവിടെ, ഈ എക്സ് ഇങ്ങോട്ട് എഴുതിക്കോടാ. x². ഇത് നോക്കിക്ക് +1 ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്യും, മൈനസ് ചെയ്യും. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യാം. x² + 1 ഇതൊരു മറ്റേതാ. ഇതെങ്ങനെ ഇവിടെ -1? -1 ഇവിടെ അവിടെ എങ്ങനെ -1? അതാരാ ഇട്ട മൈനസ്? അവനിട്ടില്ലല്ലോ മൈനസ്. ഇത് ഇവിടം വരെ ശരിയാ, മൈനസ് വേണ്ട. tan inverse x x²/2 ഇന്റഗ്രൽ ഓഫ് അത് 1/x² + 1. എക്സിന്റെ ഇന്റഗ്രൽ എന്താ? x²/2. കട്ടായി പോകും, 1 ആവും. അപ്പൊ x²/2 ആവൂലേ? അത് നമുക്ക് ഈ 1/2 നമുക്ക് പുറത്തിട്ടിടാം. ഈ x² ഞാൻ ഇവിടെ ഇട്ട്. ഇനി +1 ആഡ് ചെയ്ത് -1 ചെയ്ത് ഇനി ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ അത് 1/2 ഇന്റഗ്രൽ ഓഫ് x² + 1/x² + 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് 1/, ഇതാണ് കേട്ടോ. ഇത് മൊത്തം സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ടേം, പിന്നെ 1/, ഇതൊരു ടേം, അടുത്ത ടേം. ദയവിന്റെ നോക്കും. x²/2 tan inverse x. പിന്നെ അടുത്തതിൽ ഇന്റഗ്രൽ ഓഫ് 1/x² + 1. x²/2 tan inverse x - x/2 + 1/2 tan inverse x. വണ്ണിന്റെ ഇന്റഗ്രൽ എന്താടാ? അല്ലല്ല, ഇത് മൊത്തം കട്ടായി പോകുമ്പോൾ 1 അല്ലേ ആവുള്ളൂ. ഇവിടെ 1 അല്ലേ ആവുള്ളൂ. അതിന് പിന്നെ എന്താ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇന്റഗ്രൽ കൊണ്ട് ഇട്ടേക്കണം. എന്തിനാ ഇത്? എക്സ് അത്രേ ഉള്ളൂ. അപ്പൊ x/2 അല്ലേ വരുള്ളൂ. 1/2 എക്സ്. എടാ മോനെ, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേ ഈ ടേമിന്റെ അടിയിൽ ഈ സാധനം വന്നണ്ട. മനസ്സിലായ? അപ്പൊ ഇവിടെ ഒരെണ്ണം പോകുമ്പോ ബാക്കി അത് ഡാൻ. അപ്പൊ ഇതിനൊന്ന് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞാ കിട്ടിയാ? അഭിരാമിന് കിട്ടിയാ? ടെക്സ്റ്റ് ഇനി tan inverse x ന്റെ ഇത് വെറുതെ tan inverse x കേട്ടോ. ഇവിടെ ഈ ഫോർമുല കൊണ്ട് ഇട്ട് കൊടുത്താൽ ഇവിടെ കാണിച്ച് ഇനി മുമ്പത്തെ സ്റ്റെപ്പ് കാണിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ പിന്നെ എന്തായി? രണ്ടും കട്ടായി പോയി. അല്ലടാ, ഇത് രണ്ടും കട്ടായി പോയില്ലേ? x² + 1 അടിയിൽ x² + 1 അതെന്താ? 1. അപ്പൊ ഇനി അത് ചെയ്യണ്ട. ഇത് കട്ടായി പോകൂലേ, പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ സാധനം ഉണ്ടോ? മുകളിലൊന്നും ഇല്ലെങ്കിൽ അത് ഇടാൻ പാടുള്ളൂ. അപ്പൊ ഇത് 1 ആയി. പിന്നെ ഇതിന്റെ എന്താ? അപ്പൊ
എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 1ന്റെ ഇന്റഗ്രലിൽ എക്സ് മൈനസ് ഇതിന്റെ ഇന്റഗ്രലിൽ ടാൻ ഇൻവേഴ്സ്. അപ്പോൾ അതായിട്ട് അറേഞ്ച് ചെയ്ത് കേട്ടോ. അടുത്തത് ഇത് അടുത്തത് ആ ഇനി അടുത്തത് എനിക്കിതിന് ടാൻ ഇൻവേഴ്സ് എക്സ് കേട്ടോ. എടാ അടുത്ത ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. 5 മിനിറ്റ് ബ്രേക്ക് ആണ്. നീയൊക്കെ ചെയ്ത് വരുമ്പോ അവരെല്ലാം ബ്രേക്ക് എടുക്കണേ. പിന്നെ നിനക്കൊക്കെ അവന്മാര് ചെയ്ത് പോവും. അഖില് പേന മേടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. അമറിന്ന് ഉറങ്ങണേണ. എടാ അമറേ അവനടുത്ത് ഗെയിം കളിക്കണെന്ന് പറഞ്ഞടാ. അവൻ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. അപ്പൊ സൗണ്ട് ഇവിടെ കേക്കാം. എന്താണ് അവിടെ? നീ എന്ത് ഗെയിമാ കളിച്ചോണ്ടിരിക്കണ അമർ? സൗണ്ട് കേൾക്കണ്ടല്ലോ ഇവിടെ. മിനിമേഷയാണ് കളിക്കണ അല്ലെങ്കിൽ ഏത് ഗെയിമാടാ മറ്റേ വെടി കേൾക്കണ സൗണ്ട് ഉള്ള ഗെയിം? പബ്ജി ആണോ കളിക്കണ? ഇവിടെ കേക്കാ സൗണ്ട്. ആ അമർ വീഡിയോ ഓൺ ആക്കള്ള. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 എന്ന് എടുക്കണം കേട്ടോ. എടാ എടുത്ത് വെച്ചടാ. ബ്രേക്ക് കഴിഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞ് 6:03. അഭിരാം ചെയ്യുമോനെ അടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ഇട്ട്. ചെയ് ബ്രേക്ക് മതി. അക്കിന്റെ എടാ ഇത്രയും കിട്ടിയാ? ഇത്രയും കിട്ടിയതിന് ശേഷം ഇവിടെ ശ്രദ്ധിച്ചേ. ഇത്രയും കിട്ടിയാടാ? ഫുള്ള് കിട്ടിയാ? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ? 1 + x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. മൾട്ടിപ്ലൈയിലും കുഴപ്പമില്ല. 2/2 ആയിട്ട് വരും. ആ ശരിയാണോ? തിരിഞ്ഞു ഇല്ല അവിടെ സ്കൂളിൽ കിട്ടിയാ? ചെയ്തേ. ഇത് പെട്ടെന്ന് തീരുമല്ലേ? ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഫിസിക്സിന്റെ ടോപ്പിക്കൊക്കെ കഴിഞ്ഞാ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ? ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്?
നമുക്കിന് എത്ര പേപ്പർ ഉണ്ട്? മറ്റേതിന്റെ ബാക്കിയുണ്ടല്ലേ? ഇതിന്റെ എടാ ഇതിന്റെ ഫ്രണ്ട് പേജ് ഇല്ലേ? ആ അത് കഴിഞ്ഞിട്ടുള്ളത് രണ്ടു ലീനിയർ പ്രോഗ്രാമിംഗ് എടുത്തല്ലോ. അതാൾ പ്രിന്റ് എടുത്താ. മറ്റേ ടെക്സ്റ്റ് ചെയ്യണോണ്ടോ? ആ അതിൽ ആപ്ലിക്കേഷൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ലീനിയർ കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണോ? പ്രോബബിലിറ്റിയാ? അപ്പൊ 4 എണ്ണം വരും 4 എണ്ണം വരില്ലേ? എടാ ചെയ്യടാ ചിരിച്ചോളി. ആ 3 ഡയമെൻഷൻ ഉണ്ടല്ലേ? പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് കഴിഞ്ഞ അതിന്റെ എക്സാം എടുത്തായിരുന്നോ? അതുണ്ടായിരുന്നു ലീനിയർ പ്രോഗ്രാമിന്റെ. ചോദിച്ചില്ലോ? ചോദിക്കില്ല അവര്. പ്രോബബിലിറ്റി ഉണ്ടല്ലേ? കിട്ടിയ അഭിരാം 1+x² ടി കൊടുത്താ നീ? അപ്പൊ എന്ത് വന്ന് ഇന്റഗ്രേറ്റ് ചെയ്യപ്പ അന്ന് എഴുതിക്കേ. എവിടെ? ആ 2x dx = dt അല്ലേ? മാറ്റേടാ ആൻസർ പറയാം. അപ്പൊ dx = dt ബൈ എന്ത് വരും? x dx ആണ് ഇവിടെ കിടക്കുന്നത് അല്ലെ? x dx ന് പകരം നമുക്ക് എന്ത് ചെയ്യാം? dt ബൈ. അപ്പൊ x dx അവിടെ 2 അപ്പുറത്തോട്ടുണ്ടാവും. dt/2 കിട്ടൂലേ? ആ ഓക്കെ. പിന്നെ നീ പിന്നെ എന്തിനാ x ഇട്ട് കൊടുത്ത അവിടെ? ഇവിടെ x dx ന് പകരമാണ് നമ്മൾ dt/2 ഇട്ടത്. പിന്നെ നീ എന്തിനാ ഇവിടെ x ഇട്ട് കൊടുത്ത? ആ അത് വേണ്ട. ആ അങ്ങനെയാണെങ്കിലും കട്ട് ചെയ്ത് പോവല്ലോ. ഇനി എന്താ കിട്ടി? ആ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. dt/t അല്ലേ ഇതിനുള്ളത്? ഈ 2t എങ്ങനെ കിട്ടിയ അടിയിൽ? ആ ഇനി 1/2 പുറത്തെടുത്തോ. ഞാൻ ആലോചിക്കാൻ എന്താ? ആ ഇന്റഗ്രൽ ഓഫ് 1/t എന്താ? 1/t എന്ന് പറയുന്നത് എന്താ? ലോഗ്. അവിടെ കാണിച്ചേ. ആരാ പറഞ്ഞാ? ഈ 1/1+x² ഡെറിവേറ്റീവ് ഇന്റഗ്രൽ അല്ലേ ചെയ്യണ്ട? അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യടാ. 1+x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക = t കൊടുക്കുക. ആ മെനക്കേടാണ് ഫുള്ള്. അതുപോലെ തന്നെ ഇതിൽ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതില് തന്നെ ഇതില് അതായത് നീ തെറ്റാ എഴുതിയെന്ന് ഇവിടെ നിങ്ങൾ വെട്ടി. ആ അവൻ പറഞ്ഞു തന്നില്ല. നീ നിന്റെ കണ്ണങ്ങോട്ട് പോയി. ഇവിടെ തന്നെ ചെയ്തോ തന്നെ കിട്ടിയാണോ? കിട്ടിയാ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇതല്ലേ? ആ അപ്പൊ നോക്കിക്കേ. ആ x dx ന് പകരം ഇതിന് പകരം നമുക്ക് ആരെ കൊടുക്കാം? dt/2 കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ എഴുതണില്ല കേട്ടാ. മൈനസ് ഇന്റഗ്രൽ ഓഫ് പിന്നെന്താ dt/2 പിന്നെ 1/x² നമുക്ക് 1/2 എഴുതാം. ഇനി 1/2 പുറത്തെടുക്കാം. അപ്പൊ -1/2 dt 1/2 ഇൻവേഴ്സ് ആണ്. 1/x ന്റെ ഇന്റഗ്രൽ എന്താ? log x അല്ലേ? അപ്പൊ 1/2 log t. ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അടുത്തത് x sec² ഇട്ടാടാ. x sec² കിട്ടിയാ? x sec² എന്താ കിട്ടാത്ത? 1+x². മുകളിലൊരു x ഉണ്ട് പോലെ. അതാണ് നമ്മൾ മറ്റേ ഫോർമുല ഇട്ട് കൊടുക്കാൻ. മനസ്സിലായ? tan ഇൻവേഴ്സ് x കൊടുക്കാൻ എന്താ? x. ആ അപ്പൊ x² + 1 കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്തിട്ടോടാ?
ഇവിടെ ഒരു dx ഇല്ലേ, അപ്പോൾ നമ്മൾ x² + 1 = t എന്ന് കൊടുത്തു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x dx = dt. അപ്പോൾ നോക്കിക്കേ, x dx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x dx = dt/2 കൊടുക്കാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്ത് ഇത് ഞാൻ മൈനസ് ഈ x dx ന് പകരം ഞാൻ ആരെ കൊടുത്തു? dt/2 കൊടുത്തു. ഇന്റഗ്രൽ dt/2. ഇനി x² + 1 ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? t കൊടുക്കാമല്ലോ. 1/t കൊടുത്തു. ഈ 1/2 കൊടുത്തെടുക്കും. -1/2 ഇന്റഗ്രൽ 1/t dt എന്ന് വെച്ചാൽ എന്താ? 1/x ന്റെ ഇന്റഗ്രൽ എന്താ? ലോഗ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു -1/2 log t മോഡ് പ്ലസ് c. ഈ ടൈം ഇനി മുന്നേ മറ്റേ ടൈം ഉണ്ട് കേട്ടോ, ടാൻ ഇൻവേഴ്സ്. എന്താ ഓർക്കം പറഞ്ഞോ? മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്തു. ആദ്യം നിങ്ങൾ ചെയ്യാറ് അത് ചെയ്താൽ മതി. 5 മിനിറ്റ് തന്നല്ല, അവസാനം തരാം. ഇതും കൂടി ചെയ്ത് നിർത്താം. എവിടെ നിനക്കൊക്കെ കളിക്കാനല്ലേ? ഇങ്ങോട്ട് സമയത്തിന് എത്രയാടാ? നീ എന്താ ടൈമറൊക്കെ വെച്ചേക്കണം? കിട്ടിയാടാ? sec²x ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നടാ? അല്ലടാ, sec²x ന്റെ ഡെറിവേറ്റീവ് അല്ലേ? ഡെറിവേറ്റീവ് ആരുടെ നോക്കണം? sec²x ന്റെ tan x. ഫസ്റ്റ് ഫംഗ്ഷൻ x ആ വരുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? x. സെക്കൻഡ് അപ്പോൾ sec²x ന് വേണ്ട. ഫൈനൽ ആൻസർ x tan x പ്ലസ് log cos x പ്ലസ് c. ഞാൻ നോക്കിയിരിക്കണേ. എക്സാം ഉണ്ടോ ഇനി? മൺഡേ ഏതാ? നിന്റെയൊക്കെ എക്സാം എന്ന് കഴിയോടാ ഇനി? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ ഈ ഒരു മാസത്തെ എക്സാം കഴിഞ്ഞാൽ പിന്നെ എക്സാം ഉണ്ടായിരുന്നു. ഓ, പ്രീ മോഡല് അതെപ്പോഴാ? ഫെബ്രുവരിയിലല്ലേ? ജാനുവരി. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എങ്ങനെ പഠിക്കും? ഈ എക്സാം മാത്രം നടത്തിക്കൊണ്ടിരുന്നു. എടാ, അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ആ സമയങ്ങളൊന്നും യൂട്ടിലൈസ് ചെയ്യലാ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യടാ. x sec²x അഭിരാം ചെയ്താ? x sec²x അടുത്ത ചെയ്തേ. അവനത് ചെയ്തിട്ടാണ് ഇരിക്കണം. നീ ചെയ്തില്ലേടാ? അവനെ വഴി തെറ്റിച്ചാ? എന്തായാലും നവംബറിലെ ഡിസംബർ നവംബർ അതിന് ഡിസംബർ ആയി. ചെയ്യടായിരുന്നു. അതും കൂടി ചെയ്ത് നിർത്താം നമുക്ക്. കഴിഞ്ഞാ നിങ്ങള് എന്റെ മാർച്ച് 20 ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് ഇതുവരെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തു. അല്ല, നിങ്ങൾക്ക് ഏപ്രിൽ 10th ഏപ്രിൽ ക്ലാസ്
April mass. അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ലോഗ് എക്സ്. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എടാ ചെയ്യടായിരുന്നു ഇൻറ്റു ലോഗ് എക്സ്. അപ്പം ഇത് ഇന്റഗ്രൽ. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം രണ്ടെണ്ണം അല്ലേ. പിന്നെ ഞങ്ങൾ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ടോ. രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുത്താൽ ഭയങ്കര പിന്നെ അതിൻ്റെ ഉള്ളിൽ ലോഗ് എക്സിന്റെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്ത് ലാസ്റ്റ് ഫൈനൽ ആൻസർ സ്പ്ലിറ്റ്. ആ കയ്യിൽ കാലം നിൽക്കണം. സീക്സ് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തിനാണ് കണ്ടുപിടിച്ചത്? അവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ എടുത്താ? സീക്സ് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ടാൻ എക്സ്. ഡെറിവേറ്റീവ് എന്തിനാ എടുത്ത? ഫസ്റ്റ് ഫംഗ്ഷൻ. അബിരാ കഴിഞ്ഞ ശരി. ടാൻ എക്സ്. ഇവിടെ തല അടിച്ചു പൊളിച്ചാണ് പലക വെച്ച്. മണ്ണിന്റെ മണ്ണ് അവിടെ എവിടെ വരുന്നതിന് മണ്ണ് എക്സിന്റെ ആണെന്ന് ചോദിച്ചാ? ആ 1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഇന്റഗ്രൽ എടുത്താൽ മതി. ബ്രാക്കറ്റ് ഒക്കെ ഉണ്ട് അവിടെ, അത് കണ്ടായിരുന്നോ? ആ ഇതിന്റെ കണ്ടുപിടിക്കും. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് വലുത്. ഇതിന്റെ കണ്ടുപിടിച്ചിട്ട് അതോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് കോസ് എക്സ്. പ്ലസ് ആണ് കേട്ടോ ഇവിടെ, പ്ലസ് വരും. അതായത് സീക്സ് സ്ക്വയർ എക്സിന്റെ മൈനസ് ടാൻ എക്സ് ആ. മൈനസ് പുറത്തെടുക്കുമ്പോൾ പ്ലസ് ആവും. അതിന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഫുൾ ഇക്വേഷൻസ് എഴുതിയിട്ട് ഒരു പേപ്പറിൽ കൊണ്ടുവരണം കേട്ടോ. കേട്ടാ അഭിരാം? അടുത്ത പ്രാവശ്യം ഫുൾ ഇക്വേഷൻസ് ഡെറിവേറ്റീവ് ഇന്റഗ്രൽസിന്റെ ഫുൾ ഇക്വേഷൻസ് ഒരു എല്ലാ പേപ്പറിൽ എഴുതി കൊണ്ടുവരണം കേട്ടോ. കേട്ടാ? ഫസ്റ്റ് ഇരിക്കണം. അവന്റെ പേര് എന്താണ്? ആ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് നിർത്താം. കിട്ടിയാടാ അതിന്റെ ആൻസർ? എക്സ്. അടുത്ത റോസ്റ്റ് MCQ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ലോഗ് എക്സ്. വേഗം ചെയ്തു. അവന്മാര് കഴിഞ്ഞത്. അഭിരാമ ചെയ്താ ഫസ്റ്റ് അതിന്റെ എക്സ് സീക്സ് സ്ക്വയർ എക്സ് ചെയ്തില്ലേ? അവനെ അവന്റെ അടുത്തിരിക്കുന്നത് കേട്ടാ. ആ ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓപ്ഷൻ ഞാൻ തരാം. നിങ്ങൾ തരുന്നതാണ് ഓപ്ഷന്. ഇവിടെ ഇന്റഗ്രൽ ഇവിടെ. ആ ഇനി എന്ത് ലോഗ് എക്സ് വെച്ച് ഇവിടെ ബ്രാക്കറ്റ് ഇട്. ഇവിടെ ബ്രാക്കറ്റ് ഇട്. ഇനി ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ. ലോഗ് വേറെ എക്സ് ആണ് കേട്ടാ. എന്തിന്? റിഫ്രാക്ഷൻ അല്ലേടാ? റിഫ്രാക്ഷൻ ഇതല്ലേ സൺസെറ്റ്? ഇതിന് സൺറൈസ് എന്നല്ലല്ലോ പറയണത്. സൺസെറ്റ് സൺറൈസ് എന്നല്ലല്ലേ? അഭിരാമിനെ അത് ഞാൻ ചെയ്ത് കളയാണ്ട് വിടൂല്ലോ കേട്ടോ. ആ എക്സ് സീക്സ് സ്ക്വയർ എല്ലാരും പോകും. നോക്കി എഴുതാൻ നോക്കണ്ട, തന്നെ തന്നെ ഇതിന്റെ പരിഗണന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. ഇന്റഗ്രൽ ഇടടാ. ആ എക്സ് സ്ക്വയർ ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ്. ആ ഇട്ടോ. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തല്ലേ? ആ ഇതിന്റെ ഇന്റഗ്രൽ അറിയാലോ 1/x. ഇനി ഇതിന്റെ മാത്രം പ്രൊഡക്റ്റ് റൂൾ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഹൈലൈറ്റ്. ഇൻവേഴ്സ് ഇല്ല, ലോഗ് എടുത്താം. ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ കേട്ടോ. മോനും ചെയ്യടായിരുന്നു. എത്ര വയസ്സുണ്ട് നിനക്ക്?
17 വയസ്സിൽ കൂടുതലല്ലേ നിനക്ക്? മീരാനാണ് കുഴപ്പം. ഇപ്പോഴത്തെ എന്നെക്കാളൊരു 9 വയസ്സല്ലേ ഇത്? 30 വയസ്സാ 9 വയസ്സുള്ളായിരുന്നു എന്നെക്കാളും ആര് ഇവൻ. മിസ്സിനെക്കാളും ആ. നമ്മളെ നിങ്ങൾ 2008 എനിക്ക് 26 വയസ്സ്. 18 ആധാർ കാർഡിൽ പക്ഷേ 17 അപ്പൊ നമ്മൾ അതെടുത്താ കിട്ടിയാടാ? ഞാൻ കണ്ടപ്പോ 40 എന്ത് കഷ്ടം. എടാ നിനക്കൊക്കെ ഒരു ജോലി അപ്ലൈ ചെയ്യുമ്പോ ഏറ്റവും പ്രായം കുറവാ നല്ലത്. ഇവന്മാരൊക്കെ നേരത്തെ ഏജ് ഓവർ ആയി പോകും. നിനക്ക് ഒരു കൊല്ലം കൂടെ എക്സ്ട്രാ കിട്ടും, മനസ്സിലായോ? അങ്ങനെയല്ല, ഒരു കൊല്ലം കൂടെ എക്സ്ട്രാ കിട്ടും നിനക്ക് ഗവൺമെന്റിലൊക്കെ നോക്കണമെങ്കിൽ. നിനക്ക് എത്ര വയസ്സ്? ചോദിച്ചില്ലല്ലേ എടാ അവൻ പറയട്ടെടാ, അതിനെന്താ? ഇപ്പൊ 16 വയസ്സാണ്. കിട്ടിയാടാ? അതിന് 16 ഞാൻ ദിവസം ഇല്ല. ആ അതായത് ടാനക്സിന് ഇന്ത്യയില് ടാനക്സിന് ഇന്ത്യയിൽ എന്തായിരുന്നടാ? ലോഗ് ലോഗ് സീക്രട്സ് ആണ്. ലോഗ് സീക്രട്സ് ആണോ? കോസെക്സ് അല്ലേ? അത് മൈനസ് ആകുമ്പോൾ സീക്രട്ട് റേറ്റ് മൈനസ് ഉണ്ടോ? അല്ല, എവിടെ ലോഗ് കോസ്? ആ മൈനസ് അത്ര എടുക്കുമ്പോഴല്ലേ? ലോഗ് സീക്രട്സ് ആണ്. ഞാൻ മൈനസ് അകത്തോട്ട് എടുക്കുമ്പോഴത്തേക്കും ലോഗ് എന്താവും? കോസെക്സ് ആവും കേട്ടാ. ഇരിയോസ് ആണ്. അപ്പൊ എക്സ് ടാൻ എക്സ് പ്ലസ് ആവും കേട്ടോ. ഇവിടെ പുറത്ത് പ്ലസ് ആവും, ലോഗ് കോസെക്സ് ആവും. അടുത്ത എഴുതിക്ക് അതും കൂടി ചുറ്റി നിർത്തിക്കോ കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ലോഗ് എക്സ്. അഭിരാം ചെയ്താ? അടിയിലെന്താ പേപ്പറാ? പിന്നെന്താ എന്താ അതിൻ്റെ അടിയിൽ? എടാ കള്ളത്തരം എൻ്റെ അടുത്ത് നീ കാണിക്കരുത്. നീക്ക് ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കണ? ഇവിടെ വന്നാൽ ഇത് തന്നെ പരിപാടി. സമയമായാടാ. ആ മൈനസ് മാറ്റിയിട്ട് ലോഗ് കോസെക്സ് ആക്കിയത് അത്ര ചെയ്താലും കുഴപ്പമില്ല. 5 വേണ്ട. അത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തായിരുന്നു, അത് ചെയ്തായിരുന്ന? അതോട് ചെയ്ത് കാണിച്ച പോയാൽ അവർ ചെയ്ത് കഴിഞ്ഞ് രണ്ടുപേരും. അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞ്. അവരല്ല, ഈ നടുക്കിരിക്കുന്നവര്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ലോഗ് എക്സ്. അതോട് കാണിച്ചിട്ട് പോയിക്കോ. അതോട് ചെയ്യാക്കില്ലേ? നാളെ ഇല്ല. രണ്ടുപേരും കൂടി ഒരു ബുക്ക് ചെയ്താൽ അഭിരാൻ ചെയ്താൽ മതി. അവരെന്തായാലും ചെയ്യും. ആന്നാ ചെയ്യും. അഭിരാൻ ചെയ്താൽ മതി എന്നാ പറഞ്ഞത് ഞാൻ. കഴിഞ്ഞില്ലേ? ഇനിയിപ്പം ഈ ചാപ്റ്റർ പെട്ടെന്ന് തീർക്കണം. ബൈൻഡൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ഇത് ഫ്രണ്ടാണോ ടെക്സ്റ്റിന്റെ? ഏതാ ഇത്? അത് എല്ലാ സ്ഥലത്തും ചെയ്യടാ. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ? മിഷൻ പിന്നെ തുന്നി. ആ എടാ സ്റ്റിച്ച് ചെയ്തിട്ട് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന തോന്നണടാ. കൊള്ളാട്ടോ. പക്ഷെ ഇവിടെ കൈ കൊണ്ട് ആ ഈ സാധനം മേടിക്കാൻ കിട്ടൂടാ. അത് വെച്ചിട്ട് തീരാ മതി. അപ്പൊ ഈ ബോർഡോ കിട്ടിയ ആൻസർ കിട്ടിയ 5 മിനിറ്റ് കൂടെ ഉണ്ട്. അത് ഓൾറെഡി ഫാസ്റ്റാ. എന്നിട്ട് 6:20 ഇല്ല. ഞാൻ എന്റെ ഫോണ് നോക്കി. നീ ഇവിടെ ഇരുന്ന് കറക്റ്റ് ആക്കിയ 6:30 എവിടെ? 2-3 മിനിറ്റ് 2 മിനിറ്റ് ഇപ്പൊ ഇടാം. എവിടെ എന്താ ഇവിടെ? നീ എന്താ ചെയ്യടാ? അതേ ഫോണ് പോയാടാ. ഫോണായിരിക്കും. എക്സ് സ്ക്വയർ ലോഗ് എക്സ്. ഇത് ഇവിടെ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടാ. അത് തന്നെയല്ലേ നീ ചെയ്തേക്കണം? ഏത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു അത് മൊത്തം മാറും. എന്നിട്ട് അതിനെ മാത്രം മറ്റേ പ്രോഡക്റ്റ് റൂളിന്റെ ഇതില് അപ്ലൈ ചെയ്തിട്ട് വെക്കാം. അരിന്തതിക്ക് എക്സാം ആണ് ഇപ്പൊ. വന്നിട്ടില്ലേ അവളിപ്പോ? എടാ നീ അത് ഓണാക്കിയടാ?
ബാക്കി ഞാൻ ഓൾറെഡി ഓൺ അല്ല ഇവനവിടെ ഇരിക്കണോണ്ടേ ഹാക്ക് ചെയ്തിരുന്നു ചെലപ്പോ നീ ഓണാക്കിയൊക്കെ വെക്കും. ആയോ 20